സാവോണിന് അന്ന് പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് പ്രസിഡന്റിനെ യാത്രയാക്കിയ ശേഷം അവനും ചീഫും ഒക്കെ കൂടി അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഹീജുവിന്റെ അച്ഛനെ താമസിപ്പിച്ചിരിക്കുന്ന നഴ്സിംഗ് ഹോമിൽ നിന്ന് അവന് കോൾ ചെന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പറ്റിയ അപകടത്തെപ്പറ്റി അവനും അറിയുന്നു. ഒരു കോൾ വന്ന ഉടൻ അവനിങ്ങനെ ടെൻഷൻ ആവുന്നത് കണ്ട് അവന്റെ ഒപ്പമുണ്ടായിരുന്ന ചീഫ് വിവരം അന്വേഷിക്കുന്നുണ്ട്. ഫാദറിനോയ്ക്ക് എന്തോ അപകടം സംഭവിച്ചു എന്ന് അവൻ പറയുന്നതിനാൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാൻ ചീഫ് നിർദ്ദേശിക്കുന്നു. എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട് ചീഫിന്റെ വണ്ടി ഉപയോഗിച്ചോളാനും പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ വണ്ടിയിലാണ് അവൻ അവിടേക്ക് പോയത്. അതുകൊണ്ടാണ് ഇത്ര സെക്യൂരിറ്റിയോടുകൂടി വന്നത്. നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് അവൻ ഹീജുവിനെ കണ്ടതും വണ്ടി നിർത്തി അവളുടെ അടുത്തേക്ക് ചെന്നതും അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചതും ഒക്കെ. അവളെ സമാധാനിപ്പിച്ച് കാറിൽ കൊണ്ടിരുത്തിയ ശേഷം അവൻ തിരികെ പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്തെത്തി തൽക്കാലം ഈ വിവരം മറ്റാരോടും പറയരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് അവരുടെ സ്റ്റേഷനിലേക്ക് എത്തി കേസുമായി സഹകരിക്കാൻ തയ്യാറാണ്. അതുവരെ തങ്ങളുടെ പ്രൈവസിയെക്കുറിച്ച് പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടി ഇക്കാര്യം മറ്റെവിടെയും റിപ്പോർട്ട് ചെയ്യരുത് എന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരു പോലീസ് ഓഫീസർ തിരിച്ച് അവനോടും ഒരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. അവന്റെ ഒപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുകയാണെങ്കിൽ കേസിന്റെ ഭാഗമായി സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തോളാമെന്ന് അവൻ സമ്മതിക്കുന്നു. അദ്ദേഹവും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ അവൻ ഹീജുവിനൊപ്പം തിരികെ പോകാൻ തുടങ്ങുന്നു. തിരികെ വന്ന് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നഴ്സിംഗ് ഹോമിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. എന്നാലും ആ കിഡ്നാപ്പർക്ക് എത്ര ധൈര്യം ഇരുന്നിട്ടാണ് അവൻ അവിടെ വരെ കയറി കളിക്കാൻ തുടങ്ങിയത്. ഇനി അദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കേണ്ട, നമുക്ക് മറ്റൊരു നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റാം. ഇനി അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം, നീ അദ്ദേഹത്തിന്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഹീജു പെട്ടെന്ന് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. കരയുന്ന സമയത്ത് കുറച്ച് ശബ്ദം പുറത്തേക്ക് വരുന്നു. സാമോൺ ആദ്യമായിട്ടാണ് അവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം പുറത്ത് വരുന്നത് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് അവൻ കുറച്ച് അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ കർച്ചീഫ് എടുത്ത് അവൾക്ക് മുഖം തുടയ്ക്കാനായി കൊടുക്കുന്നു. അവൾ അത് വാങ്ങി മുഖം തുടയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ നിന്നെ കാണാൻ നല്ല വൃത്തികേടായിട്ടുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്. അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം അവൾ തൽക്കാലത്തേക്ക് കരച്ചിൽ നിർത്തിയിരിക്കുകയാണല്ലോ. നീ കരയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെയൊന്നും പറഞ്ഞത്, നിനക്ക് മതിയാവോളം കരഞ്ഞോളാൻ അവൻ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും മുഖം പൊത്തിക്കൊണ്ട് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. സാമോൻ പിന്നെ ഒന്നും പറയാതെ വണ്ടി മുന്നോട്ടെടുക്കുന്നു. യൂരി എന്ന സ്റ്റേഷനിൽ നിന്ന് ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയ സമയത്ത് ഫുഡ് കഴിക്കാനായി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് തീരെ പ്രതീക്ഷിക്കാതെ സാങ്മുവിനെ മീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവൻ്റെ ഒപ്പമാണ് അവൾ ഇരുന്നത്. ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ മുമ്പ് ഒരു തവണ അവന് ആരോടോ ക്രഷ് തോന്നിയിട്ടുള്ള വിവരം അവളോട് പറഞ്ഞിരുന്നു. അത് ഹീജു ആണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സാങ്മു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ ഇത് ചോദിച്ചത്. പെട്ടെന്ന് കേട്ട് ഷോക്കായതുപോലെ അവൻ്റെ വായിൽ നിന്ന് വെള്ളമൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഹീജു തന്നെയാണ് അവൻ്റെ ക്രഷ് എന്ന് യൂരിക്ക് ഉറപ്പാവുന്നു. സാവോണിനെ അവൾക്ക് എങ്ങനെയാണ് പരിചയമെന്ന് സാങ്മു അവളോടും ചോദിക്കുന്നുണ്ട്. യൂരിയ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ ജോലിക്ക് കയറിയ സമയത്ത് സാവോൺ അവളുടെ സീനിയറായി അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ലൈവ് പ്രോഗ്രാമിനിടയിൽ അവൻ അവളെ ശരിക്കും നിർത്തി പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് അവനോട് നല്ല ദേഷ്യമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആ ഷോ കഴിഞ്ഞ് അവൾ റെസ്റ്റ് റൂമിൽ പോയി കുറെ കരയുകയും ചെയ്യുന്നുണ്ട്. കരഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് അവൾക്കെതിരെ വന്ന സാവൻ അടുത്ത ദിവസം മുതൽ വെളുപ്പിന് 2 മണിയാവുമ്പോൾ ജോലിക്ക് എത്തണമെന്ന് അവളോട് പറയുന്നു. അത്ര രാവിലെ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ മോർണിംഗ് ന്യൂസിന് കയറണമെന്നുണ്ടെങ്കിൽ ഉറക്കക്ഷീണമൊക്കെ മുഖത്തു നിന്ന് മാറണം, അതിന് ആ സമയത്ത് എത്തിയേ മതിയാവുള്ളൂ. അത് മാത്രമല്ല ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ട് നിനക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ എത്തണമെന്ന് അവൻ പറയുന്നു. കുറെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ കരിയറിൽ മെച്ചപ്പെടാൻ അവൻ അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂരിക്ക് അവനോട് നല്ല റെസ്പെക്റ്റ് ഉണ്ട്. പെട്ടെന്നാണ് ഒരു ദിവസം അദ്ദേഹം അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് സ്പോക്സ് പേഴ്സണായി പോയത്. അതിനുശേഷം അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്നൊക്കെ അവൾ സാങ്മുവിനോട് പറയുന്നു. അവൻ ആരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് സാങ്മു അവളോട് ചോദിക്കുന്നുണ്ട്. എന്തോ വലിയൊരു സീക്രട്ട് പറയുന്നത് പോലെ ചുറ്റും നോക്കി ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പൊക്കെ വരുത്തിയിട്ടാണ് യൂരി അതിനെപ്പറ്റി അവനോട് പറഞ്ഞത്. സാമോണിന്റെ ഫാമിലി വലിയൊരു പൊളിറ്റിക്കൽ ഫാമിലിയാണ്. അവന്റെ അച്ഛൻ അടുത്ത പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആവാൻ പോകുന്ന ആളാണ്. അതേപോലെ തന്നെ അവന്റെ ഫാമിലിയിലെ മിക്കവാറും എല്ലാ മുതിർന്ന അംഗങ്ങളും മന്ത്രിമാരോ അങ്ങനെയുള്ള ഏതെങ്കിലും ലീഗൽ പൊസിഷൻ വഹിക്കുന്നവരോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അതേപോലെ സ്വാധീനമുള്ള ഒരു ഫാമിലിയിലെ ആളെയാണ് അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഷങ്മൂൺ ഡെയിലി ന്യൂസിന്റെ ഓണറായ ചെയർമാൻ ഹോങ്ങിന്റെ മൂത്ത മകൾ ഇനെയാണ് അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ യൂരി അവനോട് പറയുന്നു. സാമൂൺ ഹീജുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാതെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ എത്തി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഹീജുവിന് അങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നീ മറന്നുപോയെന്ന് അവൻ ചോദിച്ചപ്പോഴാണ് അന്ന് അവന്റെ അച്ഛനെയും അമ്മയും മീറ്റ് ചെയ്യേണ്ട ദിവസമാണല്ലോ എന്ന് അവൾ ഓർക്കുന്നത്. നേരെ അവരെ കാണാനായി പോവാതെ അവൻ ഒരു റൂം എടുത്ത് അവളെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. അവളുടെ മുഖമൊക്കെ കരഞ്ഞ് ആകെ വല്ലാതെ ആയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് വരാൻ അവൻ പറയുന്നു. അങ്ങനെ അവൾ വാഷ്റൂമിലേക്ക് പോകുന്നു. അവൾ ഫ്രഷായി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഒട്ടും സാധാരണമല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ കാറിലും എൻ്റെ ഓഫീസിലും
ഇപ്പോൾ നിന്റെ അച്ഛൻ്റെ നഴ്സിംഗ് ഹോമിലും വരെ അവൻ ആക്രമണം നടത്തി. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നിർത്താൻ സാധിക്കുകയില്ല. ഇതുവരെ ഞാൻ പോലീസുകാരുടെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ രീതിയിലാണെങ്കിൽ എനിക്ക് താമസിയാതെ പോലീസിന്റെ സഹായം വേണ്ടി വന്നേക്കും. അങ്ങനെ ആവുമ്പോൾ വിക്ടിം എന്ന നിലയിൽ നിന്റെ നേർക്കും അന്വേഷണം വരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നീ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. കേസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കുന്നതെന്ന് അവൻ അവളോട് പറയുന്നു. സത്യത്തിൽ ഹീജു അവൻ്റെ അടുത്ത് നിന്ന് ചിലത് ഒളിപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവൾക്ക് അതിന് പെട്ടെന്ന് ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല. അവൾ അങ്ങനെ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലാവുന്നു. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്ത് അതെന്താണെന്ന് പറയിപ്പിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ പരസ്പരം ഇടപെടാനും മാത്രം ബന്ധമൊന്നും നമുക്കിടയിൽ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് നിന്നെ നിർബന്ധിക്കില്ല എന്നവൻ പറയുന്നു. അവൾ റെസ്റ്റ് റൂമിൽ പോയ സമയത്ത് അവൻ കുറച്ച് റൂം സർവീസിന് ഓർഡർ നൽകിയിരുന്നു. വാതിൽക്കൽ അവർ വന്ന് വിളിക്കുന്നുണ്ട്. അവരോട് അതവിടെ വെച്ചിട്ട് പോയിക്കോളാൻ നിർദ്ദേശം നൽകിയിട്ട് അവൻ തന്നെ ചെന്ന് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുവരുന്നു. അവൾക്ക് വേണ്ടി കുറച്ച് ഫുഡ് ഐറ്റംസ് ആയിരുന്നു അവൻ ഓർഡർ ചെയ്തത്. അതൊക്കെ അവളുടെ അടുത്ത് കൊണ്ടുവച്ചിട്ട് നീ ഇതൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നാൽ മതി, ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഹീജു അതൊന്നും കഴിക്കാൻ നിൽക്കാതെ അവൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് ഇപ്പോൾ നീ ആകെ ഷോക്കായിരിക്കുകയാണ്. ഈ സമയത്ത് നീ എങ്ങനെയൊക്കെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് നിനക്ക് തന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് നല്ലോണം റിലാക്സ് ആയ ശേഷം നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി. അതുവരെ ഞാൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളാമെന്ന് അവൻ ഒരിക്കൽ കൂടി പറയുന്നു. അങ്ങനെ അവളത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ പുറത്തേക്ക് പോകുന്നു. ഹീജു അവിടെ ഇരുന്ന് അവൻ ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഐറ്റംസ് ആയിരുന്നു അവൻ അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്തിരുന്നത്. അതൊക്കെ അവൻ്റെ കെയറിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് അവൾ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും ആ ഹോട്ടലിൽ തന്നെ ഒരു റൂമിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ നല്ല ടെൻഷനിലാണ്. കാലൊക്കെ വിറയ്ക്കുന്നത് കണ്ട് അമ്മ അദ്ദേഹത്തിൻ്റെ കാലിലൊരു ചവിട്ട് കൊടുത്ത് സമാധാനിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്, അവനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾ വല്ല പ്ലാനിങ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഞാനെന്തിനാണ് ടെൻഷൻ ആവുന്നത്, അവൻ അനുസരണ ഇല്ലാത്ത ഒരു കുട്ടിയാണ് എന്ന് വിചാരിച്ചാൽ പോരെ, അനുസരിക്കുന്നത് വരെ ഞാൻ അവനെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കും എന്നൊക്കെ അദ്ദേഹം വലിയ ധൈര്യത്തെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് അമ്മയ്ക്കറിയാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാമോൻ അവിടെ എത്തുന്നു. അവൻ അങ്ങോട്ടേക്ക് കയറി പോകുന്നത് പുറത്ത് ആരോ നിന്ന് വാച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അവൻ തനിച്ച് വന്നത് കണ്ട് ഹീജു എവിടെ എന്ന് അച്ഛൻ അന്വേഷിക്കുന്നു. അവൾക്ക് നല്ല സുഖമില്ല, റെസ്റ്റിലാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവളെ അങ്ങോട്ടേക്ക് വിളിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവനത് കേൾക്കാത്ത മട്ടിൽ ഫോണെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് എനിക്കാകെ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അച്ഛൻ എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറയണം, എനിക്ക് പോവാൻ തിരക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹീജു ഫുഡൊക്കെ കഴിച്ച ശേഷം കുറച്ച് സമയം അവിടെ കിടന്ന് ഉറങ്ങുന്നു. കുറെ കഴിഞ്ഞ് ഉണർന്ന് നോക്കിയപ്പോഴാണ് ഒരുപാട് സമയം ആയിരിക്കുന്നു എന്ന് അവൾ അറിയുന്നത്. സാവണിന്റെ അച്ഛൻ ഈ സമയം ഒരു ഷോയെ പറ്റി അവനോട് പറയുന്നുണ്ട്. ഇലക്ഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി അവർ ഒരു ഷോ നടത്തുന്നുണ്ട്. കുക്കിങ്ങും ഡാൻസിങ്ങും ഒക്കെ ആയിട്ട് ഫാമിലി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോയാണ്. അതുകൊണ്ട് അവനും കൂടി പങ്കെടുക്കണം, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ അദ്ദേഹം അവനോട് പറയുന്നു. അവൻ പക്ഷേ അതിനൊട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് ഹീജു അവിടേക്ക് എത്തിയത്. അവൾ അവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ മകനെയും മകളെയും മരുമക്കളെയും എന്തിനു പറയുന്ന വീട്ടിലെ പട്ടിയെയും പൂച്ചയും വരെ അവരുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഓരോ ഷോകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഉപയോഗിക്കാൻ ആരുമില്ല, ആകെ എൻ്റെ മകൻ മാത്രമേ ഉള്ളൂ. നിന്റെ ചേച്ചിയെ പറ്റി നീ പിന്നീട് എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? നിന്റെ അച്ഛൻ മനഃപൂർവ്വമാണ് എന്ന് വന്നോ നിന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയച്ചത്. ഞാൻ ഇലക്ഷനിൽ ജയിക്കില്ല എന്നായിരിക്കും അയാൾ കരുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കണം നിന്നെ പോലെ ഒരു കഴിവുമില്ലാത്ത ഒരു മകളെ എൻ്റെ മകന് വേണ്ടി നൽകിയത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. കുറച്ച് സമയം മാത്രമേ സാമോണിന് അത് കേട്ടിരിക്കാൻ കഴിയുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേൽക്കുന്നുണ്ട്. അവൻ പോവാൻ തുടങ്ങുകയാണെന്ന് കരുതി നീ എവിടെ പോവുകയാണെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടാതെ പോയി ഡോർ തുറന്നിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്ന സെക്യൂരിറ്റിയോട് എന്തോ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അയാളൊരു ക്യാമറ കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ നൽകുന്നുണ്ട്. അവൻ അങ്ങോട്ടേക്ക് കയറി വന്ന സമയത്ത് ആരോ മറിഞ്ഞു നിന്ന് അവനെ വാച്ച് ചെയ്യുന്നത് കാണിച്ചിരുന്നല്ലോ. അവൻ്റെ അച്ഛൻ ഏർപ്പാടാക്കിയ ഒരാളായിരുന്നു അവൻ അങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ഫോട്ടോ രഹസ്യമായി എടുത്തുകൊണ്ടിരുന്നത്. ഈ ഫോട്ടോസ് നാളെ മാധ്യമങ്ങളിലൂടെ ഉപയോഗിച്ച് അവൻ അച്ഛൻ്റെ ക്യാമ്പയിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ വാർത്ത വിടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പണി കാണിച്ചതെന്ന് അവന് മനസ്സിലായിരുന്നു. ആ ക്യാമറ മുന്നിൽ വെച്ചിട്ട് എന്നെ ട്രാപ്പിലാക്കി ഞാൻ നിങ്ങൾക്കൊപ്പം ക്യാമ്പയിന് നിൽക്കുമെന്ന് വിചാരിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയും വേണ്ട. ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കണോ വേണ്ടായോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. എന്നെ ഭീഷണിപ്പെടുത്തിയോ മറ്റേതെങ്കിലും വഴിയിലോ അതിന് ശ്രമിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ഹീജുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അച്ഛൻ ദേഷ്യം സഹിക്കവയ്യാതെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് അവൻ്റെ നേർക്ക് വലിച്ചെറിയുന്നുണ്ട്. സാമോൻ അത് കണ്ട് പെട്ടെന്ന് അവളെ പിടിച്ചു മാറ്റി പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു. ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നു. ഹീജു ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എൻ്റെ തണലിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഉള്ളതെന്ന് മറന്നു പോകരുത്. എൻ്റെ തണലിൽ നിന്ന് എന്ന് നീ ഇറങ്ങുന്നു അന്ന് നിന്റെ സാമ്രാജ്യം തകർന്നു വീഴും എന്നുള്ള കാര്യം മറക്കരുത് എന്നൊക്കെ ഒരു ഭീഷണി പോലെ അവനോട് പറയുന്നു. ഞാനിപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? അത് വെറുതെയാണ് എന്ന് അവൻ അതൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ തനിക്ക് നേരെയുള്ള ഈ കിഡ്നാപ്പറുടെ ഭീഷണിക്ക് പിന്നിലും അച്ഛനാണോ എന്ന സംശയം അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവനത് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അവൻ ആ സംസാരം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്
ഇപ്പോൾ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായി നിൽക്കാൻ പറ്റുന്നത് തന്നെ മുത്തശ്ശൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ കഴിവുകൊണ്ടല്ല. ഇനി എൻ്റെ സഹായം കൂടി വേണമെന്ന് വെറുതെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ഇപ്പോഴുള്ളതിൽ നിന്ന് ചവിട്ടി കയറാൻ നോക്കാൻ പറഞ്ഞ് അവൻ ഹീജുവിനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതായിരുന്നു നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ, മുഴുവൻ പരിപാടിയും നിങ്ങൾ നശിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സാമോൺ ലിഫ്റ്റിലെത്തിയ സമയത്തും ഹീജുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവന്റെ പിടുത്തം കാരണം അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. അവൾ കൈ വിടുവിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ പിടിവിടുന്നില്ല. നിനക്ക് എന്നെ ഡിവോഴ്സ് ചെയ്താൽ കൊള്ളാമെന്ന് ഇപ്പോൾ നന്നായി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് പകരക്കാരിയായിട്ടാണല്ലോ നീ എന്നെ വിവാഹം കഴിച്ചത്. സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്കൊന്നും പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല. നിനക്ക് ഇപ്പോൾ എന്നോട് നല്ല വെറുപ്പ് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ അവർ സ്വന്തം മക്കളെ പോലും എക്സ്ചേഞ്ച് ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളൊന്നും നീ മനസ്സിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവളെ സമാധാനിപ്പിക്കാൻ നിന്നോളം അവൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ അവൾ വീണ്ടും അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവൻ അതൊന്നുകൂടി മുറുക്കെ പിടിക്കുകയാണ് ചെയ്തത്. അവർ അവരുടെ താമസ സ്ഥലത്തിനടുത്തെത്തിയപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ദോജയെ വിളിച്ചത്. അവളോട് അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നഴ്സിംഗ് ഹോമിൽ വെച്ച് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കണ്ടുകിട്ടിയ പല്ലുകളുടെ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കുന്നു. അത് ഒറിജിനൽ പല്ലല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതിൽ ഉപയോഗിച്ചിരുന്ന ബ്ലഡ് ഏതോ ആനിമൽസിന്റെ ആണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ദോജെ അവനോട് പറഞ്ഞത്. ഈജു ഈ സമയം റൂമിലെത്തി ആ ഫോൺ എടുത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഒന്ന് കൺഫ്യൂഷൻ ആയിരിക്കുന്നുണ്ട്. കിഡ്നാപ്പർ അന്ന് പറഞ്ഞ സൂചനകളിലൂടെ വീണ്ടും വീണ്ടും സാമോണിനെ വിളിക്കാനാണല്ലോ അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അവൾക്ക് ഇനിയും കൂടുതൽ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാൻ യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഫോൺ അവളെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടുന്നുണ്ട്. എന്നിട്ട് അത് എല്ലാം കൂടി ഒരു കവറിലാക്കി കൊണ്ട് കളയാനായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഈ സമയത്താണ് അവൻ അകത്തേക്ക് കയറി വന്നത്. അവൾ വേസ്റ്റ് കളയാൻ പോവുകയാണെന്ന് കണ്ട് ഞാൻ കളയാമെന്ന് പറഞ്ഞ് അവൻ അത് വാങ്ങിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവൾ അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവൻ ബലം പ്രയോഗിച്ചപ്പോൾ അവൾ തിരിച്ച് അത് അങ്ങോട്ടേക്ക് വലിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി പിടിവലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അങ്ങനെ അവൾ അത് പിടിച്ചു വലിച്ച് വാങ്ങിക്കൊണ്ട് തിരികെ റൂമിലേക്ക് പോകുന്നു. സീനിയറും അവിടെയുള്ള ബാക്കി സ്റ്റാഫും എല്ലാം കൂടി അവൾ പ്രസിഡൻഷ്യൽ ഓഫീസിലേക്ക് ജോലിക്ക് ട്രൈ ചെയ്യുന്നതിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് വിളിച്ചതാണ്. അവൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും, പാസ്സാവുകയാണെങ്കിൽ ഡിന്നർ വാങ്ങി തരണം എന്നൊക്കെ പറഞ്ഞ് വിശ്വസ് അറിയിച്ചിട്ട് അവർ കോൾ വെക്കുന്നു. അപ്പോഴേക്കും അവനും അങ്ങോട്ടേക്ക് വന്നിരുന്നു. നീ ടെസ്റ്റ് പാസ്സാവുമെന്ന് അവനും പറയുന്നുണ്ട്. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് അവൾ ഉടനെ അവനോട് ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നു. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. എനിക്ക് ജോലി കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക. ഞാൻ നിന്റെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ വീട്ടുകാരറിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നതിനെ ഊഹിച്ചുകൂടെ എന്നൊക്കെ അവൾ ടൈപ്പ് ചെയ്ത് കാണിക്കാൻ തുടങ്ങിയപ്പോൾ, ഇത്രയും കാലം നീ മറ്റുള്ളവർ പറയുന്നതായിട്ട് ഒരു പാവ കണക്കെ ജീവിച്ചു. ഇനിയെങ്കിലും അതൊക്കെ അവസാനിപ്പിച്ചിട്ട് നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചുകൂടെ? മറ്റുള്ളവരൊക്കെ ഇനി മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇനിയും അവരൊന്നും പറയുന്നതിന് വില കൊടുക്കാതെ നീ നിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അവൾ പെട്ടെന്ന് അവനെ പിടിച്ച് നിർത്തിയിട്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് നീ ഇനി ചിന്തിച്ചോളാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. സാമോൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുറിയിലേക്ക് പോകുന്നു. ഈ സമയത്താണ് ഹിജുവിന്റെ അച്ഛനെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു നഴ്സിംഗ് ഹോം റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദോജെ അവന് മെസ്സേജ് അയച്ചത്. അതിൻ്റെ ഒരു ഫോട്ടോയും അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ നഴ്സിംഗ് ഹോം ഓക്കെ ആണ് എന്ന് തോന്നുന്നതിനാൽ അത് തന്നെ പ്രൊസീഡ് ചെയ്തോളാൻ സാമോൻ പെർമിഷൻ നൽകുന്നു. അടുത്ത ദിവസം സാമോൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഓഫീസിലേക്ക് വന്നത്. അവനങ്ങനെ ലേറ്റ് ആവുന്ന പതിവില്ല. ദോജയും കാങ്ങും അവനോട് അത്യാവശ്യമായിട്ട് എന്തോ കാര്യം റിപ്പോർട്ട് ചെയ്യാനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവൻ വന്ന് അവന്റെ ഓഫീസ് റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരേപോലെ അങ്ങോട്ടേക്ക് പോകാനായി എഴുന്നേൽക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇവർ തമ്മിൽ ആര് അവന്റെ ഇഷ്ടം കൂടുതൽ നേടും എന്നുള്ള കാര്യത്തിൽ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ആദ്യം ആരാണ് അവന്റെ റൂമിലേക്ക് കയറുക എന്നതിനെ ചൊല്ലി അവർ തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നു. എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് ദോജെ പറയുന്നു. എനിക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പറയാനുള്ളതെന്ന് കാങ്ങും പറയുന്നു. ഈ സമയത്ത് സാമോൻ അകത്ത് നിന്ന് ദോജയെ വിളിക്കുന്നതിനാൽ അവൻ അകത്തേക്ക് കയറി പോകുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് കാങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടുത്തെ കർട്ടൻ എല്ലാം ഇടുന്നുണ്ട്. അതിനുശേഷമാണ് സാമോന്റെ അടുത്ത് നിന്നാണ് സംസാരിച്ചത്. താങ്കുവിനെ കുറിച്ച് അന്വേഷിക്കാൻ സാമോൻ അവനെ ഏൽപ്പിച്ചിരുന്നല്ലോ. താങ്കു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ കൂടുതലും ബോംബുകളെ പറ്റിയും അങ്ങനെയുള്ള സ്ഫോടനങ്ങളെ പറ്റിയുമുള്ള റിപ്പോർട്ടുകളൊക്കെയും അതേപോലെ തന്നെ ചില ക്രൈം കേസുകളുമൊക്കെയാണ് എന്ന് ദോജെ അവനെ അറിയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ പുതിയതായി TV സ്റ്റേഷനിൽ ക്രൈം റിപ്പോർട്ട് എന്ന പ്രോഗ്രാമിലും അവൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ദോജെ അവനോട് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ സാങ്കുവിന് ഈ കിഡ്നാപ്പറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണുമെന്ന് സാമോൺ സംശയിക്കുന്നുണ്ട്. ദോജെ പോയി കഴിഞ്ഞപ്പോൾ കാങ് അകത്തേക്ക് കയറിയിട്ട് ഇന്റർവ്യൂവിന്റെ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് അവൻ നൽകുന്നു. അക്കൂട്ടത്തിൽ ഹീജുവിന്റെ ബയോഡേറ്റയും ഉണ്ട്. ഹീജു സമയത്ത് തന്നെ ഇന്റർവ്യൂവിന് എത്തുന്നുണ്ട്. വേറെ 2 കാൻഡിഡേറ്റ്സും അവൾക്കൊപ്പമുണ്ട്. അവരെ 3 പേരെയും കൂടി ഒരുമിച്ചാണ് ഇന്റർവ്യൂ റൂമിലേക്ക് വിളിച്ചത്. അവിടെ ഇന്റർവ്യൂ ബോർഡിൽ കുറച്ച് അംഗങ്ങളൊക്കെ ഉണ്ട്. സാമോൺ അക്കൂട്ടത്തിലില്ല. അവിടെ ഒരു TV ഉണ്ട്. അതിൽ പ്ലേ ചെയ്യുന്ന വീഡിയോ കാൻഡിഡേറ്റ്സ് ഇന്റർപ്രറ്റ് ചെയ്ത് കാണിക്കണം. ഫസ്റ്റ് വിളിക്കുന്നത് ഹീജുവിനെ തന്നെയാണ്. അങ്ങനെ അവൾ എഴുന്നേറ്റ് അതിന് മുന്നിൽ ചെന്ന് നിൽക്കുന്നു. സാമോണിന്റെ ഒരു വീഡിയോ ആണ് അവിടെ പ്ലേ ചെയ്തത്. അത് കണ്ടപ്പോൾ തന്നെ ഏത് വീഡിയോ ആണ് എന്ന് ഹീജുവിന് മനസ്സിലാവുന്നുണ്ട്. അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവളത് സൈൻ ലാംഗ്വേജിൽ കാണിക്കാനും തുടങ്ങുന്നു. അവിടെ നടക്കുന്നത് റെക്കോർഡ് ചെയ്യാനായി ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇന്റർവ്യൂ തന്റെ ഓഫീസ് റൂമിലിരുന്ന് സാമോനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം ഹീജുവിന്റെ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവന് എന്തോ സംശയം തോന്നുന്നുണ്ട്. അവളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അടുത്ത കാൻഡിഡേറ്റ്സ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ്
കാങ്ങിന് ഒരു കോൾ വന്നത്. കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നവരോട് അദ്ദേഹം രഹസ്യമായി എന്തോ പോയി പറയുന്നു. അങ്ങനെ എല്ലാവരും കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് സാമോൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ വരുന്നതിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്തത്. അവൻ നേരെ ഇന്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾക്കൊപ്പം ചെന്നിരുന്നിട്ട് ആദ്യമേ തന്നെ ഹീജുവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ കറക്റ്റായിട്ട് ഉത്തരം പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഓരോ ചോദ്യങ്ങളും ചോദിച്ചു തുടങ്ങിയത്. ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ഈ സ്ക്രിപ്റ്റിനെ പറ്റി അറിയാമായിരുന്നോ? കാരണം അതിൽ വീഡിയോ പ്ലേ ആവുന്നതിന് മുമ്പ് തന്നെ നീ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. എങ്ങനെയാണ് അതിന് സാധിച്ചതെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ മുമ്പ് ഈ വീഡിയോ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ വീഡിയോ വെച്ച് ടെസ്റ്റ് നടത്താൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വേറെ വീഡിയോ പ്ലേ ചെയ്ത് അവൾക്ക് വീണ്ടും ടെസ്റ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോഴും ഹീജു മുമ്പത്തെ പോലെ തന്നെ വളരെ സ്പീഡിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു വീഡിയോ പ്ലേ ചെയ്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ സാവൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ 3-4 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം ഹീജു നല്ല സ്പീഡിൽ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവൻ അത് മതിയാക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവളോട് ചോദിക്കാൻ തുടങ്ങുന്നു. നീ വീഡിയോസ് എല്ലാം വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് അവൾ സമ്മതിക്കുന്നു. ഇത് മാത്രമല്ല, അവൻ്റെ ഏത് വീഡിയോ പ്ലേ ചെയ്താലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ എന്നുകൂടി അവൾ പറയുന്നുണ്ട്. അവളിപ്പോൾ സൈൻ ലാംഗ്വേജിലാണല്ലോ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർപ്രിറ്റർ അവൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് അവൾ പറയുന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ എന്തിനാണ് എൻ്റെ വീഡിയോസ് ഇത്രയധികം പ്രാക്ടീസ് ചെയ്തത്? ഈ വീഡിയോസൊക്കെ ഒരു പ്രത്യേക കാലയളവിൽ നിന്ന് ചൂസ് ചെയ്തതല്ല. പല വർഷങ്ങളിലായിട്ട് പല സമയത്ത് വന്നിട്ടുള്ള വീഡിയോസാണ് ഇവിടെ പ്ലേ ചെയ്തത്. ഇതെല്ലാം നീ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് നീ ഇത്രയധികം പ്രാക്ടീസ് ചെയ്തതെന്നൊക്കെ അവൻ വീണ്ടും ചോദിക്കുന്നു. അതിന് അവൾ പറഞ്ഞ മറുപടി ഇന്റർപ്രിറ്റർ സാമോൻ്റെ അടുത്ത് കുറച്ച് മടിച്ചാണ് പറഞ്ഞത്. സാമോൻ അത് കേട്ടിട്ട് വിശ്വാസം വരാത്ത പോലെ എന്താണ് നീ ഇപ്പോൾ പറഞ്ഞത് എന്ന് ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഹീജു അതേ മറുപടി തന്നെ നൽകുന്നു. എനിക്ക് ഭ്രാന്തായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് അവൾ പറഞ്ഞത്. അത് ഇന്റർപ്രിറ്റർ പറയുന്നത് കേട്ടപ്പോൾ ആ റൂമിലുണ്ടായിരുന്ന എല്ലാവരും ചിരിക്കുന്നു. പ്രത്യേകിച്ച് കാങ് അറിയാതെ ഉറക്കെ ചിരിച്ചു പോകുന്നുണ്ട്. ഞാൻ മുമ്പ് നിന്റെ വീഡിയോസിന് അഡിക്റ്റ് ആയിരുന്നു. നിന്റെ എല്ലാ വീഡിയോസും വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഗവൺമെൻറ് ജോബിന് കയറണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പ്രാക്ടീസ് ചെയ്തത്. നിന്റെ ചുണ്ടിൻ്റെ അനക്കം വെച്ചിട്ട് നീ അടുത്തതായി എന്താണ് പറയാൻ പോകുന്നതെന്ന് പോലും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് കെയർഫുള്ളായിട്ട് നിന്റെ ഓരോ മൂവ്മെൻറ്റും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഹീജു വീണ്ടും പറയുന്നു. ഇത്ര നാളും കൂടെ ഉണ്ടായിട്ടും സാവോൺ ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിൻ്റെ ഒരു ഫീലിംഗ് അവൻ്റെ മുഖത്ത് കാണാം. ഇനി അവൾക്ക് ഈ ജോലി ഇവിടെ കിട്ടിയാൽ തന്നെ എങ്ങനെയായിരിക്കും ഞങ്ങളോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് എന്നും അവൻ ചോദിക്കുന്നുണ്ട്. കുറച്ചു നേരം ആലോചിച്ച് നിന്ന ശേഷമാണ് ഹീജു അതിന് മറുപടി നൽകിയത്. നിനക്ക് സൈൻ ലാംഗ്വേജ് പഠിച്ചുകൂടെ? അപ്പോൾ ഞങ്ങൾ ഇന്റർപ്രിറ്റേഴ്സ് നീ പറയുന്നതൊക്കെ കറക്റ്റായിട്ടാണോ കൺവേ ചെയ്യുന്നതെന്ന് നിനക്കറിയാൻ സാധിക്കുമല്ലോ. സൈൻ ലാംഗ്വേജ് പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനത് പഠിപ്പിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അവൾ പറയുന്നു. അത് നല്ല ഐഡിയ ആണ് എന്ന് പറഞ്ഞ് കാങ്ങും അവളെ അഭിനന്ദിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിനക്ക് ജോലി കിട്ടിയ ശേഷം ആലോചിക്കാം. ഇപ്പോൾ ഞാൻ മറ്റൊരു ടെസ്റ്റ് കൂടി നടത്താൻ ഉദ്ദേശിക്കുകയാണ്. നീ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ഫയൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങും. നിനക്ക് ലൈവായിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ അതിന് സമ്മതം പറയുന്നുണ്ട്. ഫയൽ വായിക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിലും അവൻ അപ്പോൾ തോന്നിയതുപോലെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അവൻ്റെ ലിപ് മൂവ്മെന്റ്സ് തുടങ്ങുമ്പോൾ തന്നെ അവൻ എന്താണ് പറയുന്നത് എന്ന് ഊഹിച്ച് ഹീജു മുമ്പത്തെ പോലെ തന്നെ സ്പീഡിൽ അത് ഇന്റർപ്രറ്റ് ചെയ്ത് കാണിക്കുന്നു. പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ റൂമിൽ സാമോനും ഹീജുവും മാത്രമുള്ളതുപോലെയാണ് കാണിക്കുന്നത്. സത്യത്തിൽ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇവിടെ ഒരു കപ്പിളുണ്ട്. അവർ പരസ്പരം ഒന്നും തുറന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് രണ്ടുപേരും ജീവിക്കുന്നത്. അവർ പരസ്പരം കൂടുതൽ സത്യസന്ധരായിരുന്നെങ്കിൽ, അവരുടെ ഫീലിങ്സ് പരസ്പരം പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നു. ഇനിയാണെങ്കിലും അവർക്ക് സാധാരണ കപ്പിൾസിനെ പോലെ ജീവിക്കാൻ പറ്റുമോ? ഇന്ന് വരെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരുടെയും സ്വഭാവം ഏകദേശം ഒരേപോലെയാണ് എന്നൊക്കെ അവൻ പറയുന്നു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും അവൻ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ മതിയാക്കാൻ അവൻ പറയുന്നു. ഹീജു ഇതെല്ലാം വളരെ നന്നായി തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇന്റർവ്യൂ മതിയാക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തെ ഒരിടത്ത് ചെന്ന് നിന്ന് അവൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ പറ്റി അവൻ ചിന്തിക്കുന്നു. ഇന്നലെ രാത്രി എന്നേക്കാൾ നല്ലൊരു കാൻഡിഡേറ്റിനെ വേറെ കിട്ടില്ല എന്ന് അവൾ അത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് അവനിപ്പോൾ വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട്. അവൾ എത്രമാത്രം കെയർ ചെയ്ത് തന്നെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചപ്പോൾ അവൻ കുറച്ച് അധികം ഇമോഷണൽ ആവുന്നുണ്ട്. ഹീജുവും ഈ സമയം റെസ്റ്റ് റൂമിൽ പോയി ആകെ ടെൻഷനായി നിൽക്കുകയായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞതിൻ്റെ ആശ്വാസം അവൾക്കൊണ്ട് വളരെ നന്നായി തന്നെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞുവെന്നും അവൾ വിശ്വസിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ലേഡി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നതാണ്. അത് മറ്റാരുമല്ല, ഹീജുവിൻ്റെ ചേച്ചിയായ ഇനയാണ്. അതായത് സാമോൺ ശരിക്കും വിവാഹം കഴിക്കേണ്ടിയിരുന്ന ആൾ. അവരുടെ വിവാഹം നടക്കേണ്ടതിൻ്റെ തലേ ദിവസം അവൾ മുങ്ങിയതാണ്. പിന്നെ ഇപ്പോഴാണ് പൊങ്ങുന്നത്. ഇനി എന്തൊക്കെ നടക്കുമോ ആവോ. ഹീജു ഇന്റർവ്യൂ കഴിഞ്ഞ് തിരികെ പോകാനായി വണ്ടിയിൽ കയറിയ സമയത്താണ് നഴ്സിംഗ് ഹോമിൻ്റെ ഡീറ്റെയിൽസ് സാമോൺ അവൾക്ക് അയച്ചു കൊടുത്തത്. അച്ഛൻ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് മനസ്സിലായി അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. നേരത്തെ അദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. അവൾ ചെല്ലുമ്പോൾ അദ്ദേഹം TV ഒക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. അവൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ടായിരുന്നു പോയത്.
അവിടെ ഇരുന്ന് അച്ഛനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിലാണ് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അതൊക്കെ എടുത്ത് നോക്കിയ ശേഷം ആര്യ വാങ്ങിയതാണ് എന്ന് അച്ഛനോട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛനും ഹിജുവിനും ഒരാപത്തും വരാതെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ വന്നിട്ട് പോയവർ അദ്ദേഹത്തോട് പറയുന്ന കാര്യങ്ങളാണല്ലോ സാധാരണ അദ്ദേഹം അവൾ ചോദിക്കുമ്പോൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞത് സാവോൻ ആയിരിക്കും എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവനവിടെ വന്നിട്ടുണ്ടായിരുന്നുവെന്നും അവൾ ഇപ്പോഴാണ് അറിയുന്നത്. അവൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ചില സമയത്ത് തോന്നും അവനൊരു ഭയങ്കരനാണെന്ന്, ചിലപ്പോൾ തോന്നും പാവമാണെന്ന്. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് എനിക്ക് അവനെ പറ്റി എല്ലാം അറിയാമെന്നാണ്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു എനിക്ക് അവനെ പറ്റി ഒന്നും അറിയില്ലെന്ന്. ശരിക്കും അവൻ്റെ സ്വഭാവം എന്താണോ എന്തോ എന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. സാവോൻ ഈ സമയത്തും ഓഫീസിൽ തന്നെ ആയിരുന്നു. അന്നത്തെ ഇന്റർവ്യൂവിൻ്റെ ഇവാലുവേഷൻ റിപ്പോർട്ട് കാങ് അവൻ്റെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. അത് കൊടുത്തിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഹീജുവിനെ കുറിച്ച് കാങ് അവനോട് സംസാരിക്കുന്നുണ്ട്. അവന് ശരിക്കും ഹീജുവിനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അവർക്കാർക്കും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അവന് അവളെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണെന്ന് സാവോൻ ചോദിച്ചപ്പോൾ കാങ് പുറത്തേക്ക് നോക്കുന്നു. അവിടെ ബാക്കിയുള്ള സ്റ്റാഫും ഗ്ലാസിനടുത്ത് വന്ന് അവൻ എന്ത് മറുപടിയാണ് നൽകുന്നതെന്ന് അറിയാനായി ചെവി ഓർത്ത് നിൽപ്പുണ്ടായിരുന്നു. അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ഒരു ബെറ്റ് വെച്ചതാണ്, അതുകൊണ്ട് അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് കാങ് പറയുന്നു. ഇക്കാര്യങ്ങളാണോ ബെറ്റ് വയ്ക്കുന്നത് എന്ന് സാവോൻ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ബെറ്റൊന്നും വെച്ചിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഡോറിനടുത്ത് എന്നിട്ട് എന്തായാലും എനിക്ക് ഹിജുവിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകാൻ തുടങ്ങിയത്. പിന്നെ എനിക്കാണോ ഇഷ്ടപ്പെടാത്തത്? എനിക്കും ഇഷ്ടപ്പെട്ടു എന്ന് സാമോനും അകത്തിരുന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് വിശ്വാസം വരാത്തതുപോലെ കാങ് തിരികെ വന്നിട്ട് ഒന്നുകൂടി പറയാൻ പറയുന്നുണ്ടെങ്കിലും സാമോൻ അദ്ദേഹത്തോട് പുറത്തേക്ക് പോകാൻ പറയുന്നു. അങ്ങനെ കാങ് തിരികെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് സാമോൻ അദ്ദേഹം കൊണ്ടുവച്ച ഫയൽ ചെക്ക് ചെയ്യുന്നത്. അതിൽ ഹിജുവിന്റെ ഫോട്ടോ കണ്ടപ്പോൾ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം അവൻ ഓർക്കുന്നുണ്ട്. അവന്റെ ഫാമിലിയും ഹിജുവിന്റെ ഫാമിലിയും ഒക്കെ പങ്കെടുത്ത ഒരു പാർട്ടിയെക്കുറിച്ചാണ് അവൻ അപ്പോൾ ഓർത്തത്. അന്ന് പാർട്ടിക്ക് അവന് കഴിക്കാനായി കൊണ്ടുകൊടുത്ത ഫുഡ് കൂടുതലും ഫിഷ് ഐറ്റംസ് ആയിരുന്നു. സാവോണിന് അത് കഴിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ അന്ന് എഴുന്നേറ്റ് പോകുന്നു. പക്ഷേ തനിച്ചൊരിടത്ത് മാറി നിൽക്കുകയായിരുന്ന അവൻ്റെ അടുത്തേക്ക് അവൻ്റെ അമ്മ അവൻ ആ മാറ്റി വെച്ച ഫുഡുമായിട്ട് എത്തുന്നുണ്ട്. ഒരു പാർട്ടിക്ക് വന്നിട്ട് അവിടെ നിന്ന് കഴിക്കാതിരിക്കുന്നത് അവിടെ ഉള്ളവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇത് കഴിച്ചേ പറ്റുകയുള്ളൂ. എൻ്റെ മകന് ഫിഷ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ആ പാത്രം അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഒട്ടും ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും അവന് അതിൽ നിന്നെടുത്ത് കഴിക്കേണ്ടി വരുന്നു. അവൻ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അവർ പോയ പുറകിന് തന്നെ അവൻ അത് തുപ്പിക്കളയുന്നു. ഈ സമയത്താണ് താഴെ ഹിജുവിന്റെ അമ്മ അവളെ വഴക്ക് പറയുന്നത് അവൻ ശ്രദ്ധിച്ചത്. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൾ അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ ചേച്ചിയെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ അമ്മ അവളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാതെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇനി അവിടെ ഒരു ടേബിളിന്റെ മുന്നിൽ ഒന്നും കഴിക്കാതെ ഇരിപ്പുണ്ടായിരുന്നു. അവളൊന്നും കഴിക്കാത്തത് കൊണ്ട് ഹിജു ഒന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞാണ് അമ്മ അവളുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് പോയത്. ഹിജു വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവിടെ ആരോ കഴിച്ചിട്ട് പോയ ഫുഡിന്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നതെടുത്ത് ഒളിച്ച് നിന്ന് കഴിക്കാനായി മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ഈ സമയത്ത് സാമോൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് അവന്റെ ഫുഡ് അവൾക്ക് നൽകുന്നു. ഹിജു സന്തോഷത്തോടെ അത് കഴിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നെറുകയിൽ കയറിയപ്പോൾ അവൻ പുറത്ത് തട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അവളുടെ പേരെന്താണെന്ന് അവൻ ചോദിക്കുന്നത്. സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവന്റെ കയ്യിലാണ് ഹിജു തന്റെ പേര് എഴുതി കാണിച്ചു കൊടുത്തത്. എന്നാണ് അവളുടെ പേര് അവൻ ആദ്യമായിട്ട് അറിയുന്നത്. ഇപ്പോൾ മുന്നിലിരിക്കുന്ന ഫയലിൽ അവളുടെ പേര് കണ്ടപ്പോഴാണ് അവൻ ഇതൊക്കെ ഓർത്തത്. അന്നത്തെ ആ കൊച്ചുകുട്ടി എത്ര പെട്ടെന്നാണ് ഇത്രയും വളർന്നത് എന്ന് ആ ഫയലിലേക്ക് നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് അച്ഛനെ പുതിയ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റിയതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഹിജു അവന് മെസ്സേജ് അയച്ചത്. അവൻ അപ്പോൾ തന്നെ അതെടുത്ത് നോക്കുന്നു. സാധാരണ മെസ്സേജ് അയച്ചാൽ ഉടനെ ഒന്നും അവൻ നോക്കാറുള്ളതല്ല. അപ്പോൾ തന്നെ റീഡ് ആയതുകൊണ്ട് അവൻ ഓൺലൈൻ ഉണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൾ കുറച്ച് നെർവസ് ആവുന്നു. ഈ സമയത്ത് തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷനും അവൾ കാണുന്നുണ്ട്. അങ്ങനെ അത് എടുത്ത് നോക്കിയപ്പോൾ ഇന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൾ കാണുന്നു. കൊറിയയിലുള്ള ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇന അവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഹിജുവിന് മനസ്സിലാവുന്നു. ഇന വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വിവരം അറിഞ്ഞതിനെ കുറിച്ചാണ് അവൾ അപ്പോൾ ഓർത്തത്. അമ്മയാണ് അവളോട് വന്ന് വിവരം പറഞ്ഞത്. എനിക്ക് പകരം അടുത്ത ദിവസം അവളാണ് വധുവായി പോകാൻ പോകുന്നത് എന്ന് അമ്മ പറഞ്ഞപ്പോൾ ആദ്യം അവൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭാവിയിലെ പ്രസിഡന്റിന്റെ മരുമകളാൻ പോവുകയാണ് അവൾ. ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അമ്മ അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ഹിജുവിന് അതിനോടൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അനുസരിക്കുകയല്ലാതെ അവളുടെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീട്ടിലെത്തിയ ഹിജു തന്റെ വെഡിങ് റിംഗ് എടുത്ത് നോക്കുന്നത് കാണാം. എന്തെങ്കിലും ഒരിക്കൽ ഇതിന്റെ ശരിക്കുള്ള ഓണർ തിരികെ വരികയാണെങ്കിൽ നിനക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സാമോൺ അത് അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തത്. അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ വേസ്റ്റ് ബിന്നിലെടുത്ത് കളഞ്ഞിരുന്ന ഫോൺ തിരികെ എടുക്കുന്നുണ്ട്. യൂരി അന്ന് ഡ്യൂട്ടിക്കിടയിൽ ഇടയ്ക്ക് ഒരു ഷോപ്പിൽ ചെന്നിരുന്ന് നൂഡിൽസ് കഴിക്കാൻ വേണ്ടി അതിൽ ചൂടുവെള്ളം ഒഴിച്ച് അത് 3 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച സമയത്താണ് സാമോൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഈ സമയത്ത് അവൻ വിളിക്കുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെയാണ് അവൾ ഫോൺ എടുത്തത്. എനിക്ക് നിന്നോട് സംസാരിക്കാനാകെ 3 മിനിറ്റേ സമയമുള്ളൂ. നിനക്ക് സാമുവിനെ കുറിച്ച് എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയാം അതൊക്കെ എന്നോട് പറയാൻ സാമോൻ അവളോട് പറയുന്നു. തനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് സാമോൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ട് ഇതൊക്കെ അല്ലാതെ നിനക്ക് വേറെ എന്തറിയാമെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്.
അതൊന്നുമല്ലാതെ സാങ്വു ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് യൂരിക്ക് അറിയാമായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതല്ലാതെ വേറെ എന്തറിയാമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ കുട്ടിക്കാലത്ത് ഒരു ഓർഫനേജിലാണ് വളർന്നത് എന്നുള്ള കാര്യം അവൾ പറഞ്ഞത്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ച് അവൾ പെട്ടെന്ന് വായി പൊത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും സാമോൺ അത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. മുമ്പ് ഹീജുവിൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹീജുവും സാങ്വുവും കൂടി ഒരു ഓർഫനേജിൽ പോയി എന്നുള്ള ഫോട്ടോ അവൻ കണ്ടിരുന്നല്ലോ. ആ ഓർഫനേജിൻ്റെ പേര് അവൻ ഓർമ്മയുണ്ടായിരുന്നു. ആ ഓർഫനേജിലാണോ സാങ്വു വളർന്നത് എന്ന് അവൻ യൂരിയോട് ചോദിക്കുന്നു. അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് യൂരി ചോദിച്ചപ്പോൾ അത് തന്നെയാണ് ഓർഫനേജ് എന്ന് അവൻ ഉറപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും കറക്റ്റ് 10 മണിയാവുന്നതിനാൽ എൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സാമോൺ കോൾ കട്ട് ചെയ്യുന്നുമുണ്ട്. കിഡ്നാപ്പറുടെ കോളിന് വെയിറ്റ് ചെയ്യുകയാണ് സാമോൺ. ശരിക്കും അവൻ കോൾ കട്ട് ചെയ്തപ്പോൾ തന്നെ ഹീജുവിൻ്റെ കോൾ അതിലേക്ക് വരുന്നുണ്ട്. ഇത്തവണ അവൻ അപ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഹീജുവിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ എനിക്കെന്ത് നേട്ടമാണ് കിട്ടുന്നതെന്നാണല്ലോ നീ മുമ്പ് എന്നോട് ചോദിച്ചത്. ഇപ്പോൾ അതിൻ്റെ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്നാണ് ഹീജു പറഞ്ഞു തുടങ്ങിയത്. എനിക്ക് തിരിച്ചു വരാനൊരു സ്ഥലം വേണം. അല്ലെങ്കിലും നീയും നിന്റെ ഫാമിലിയും ഒക്കെ ആദ്യം മുതലേ തന്നെ അവളെയാണല്ലോ നിന്റെ ഭാര്യയാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഹീജു ഇതിനിടയിൽ വന്ന് പെട്ടുപോയ ഒരു പാവം മാത്രമാണല്ലോ. അതുകൊണ്ട് ഹീജുവിനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇന തിരിച്ചു വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും എന്നൊക്കെ ഹീജു പറയുന്നു. അപ്പോഴേക്കും സാമോൻ അവൻ്റെ വീടിനടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടാണ് അവൻ ബാക്കി സംസാരിച്ചത്. നിനക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഹിന എവിടുന്ന് മിസ്സിംഗ് ആവുന്നതിന് മുമ്പ് അവൾ മീറ്റ് ചെയ്ത അവസാനത്തെ വ്യക്തി ഞാനാണ്. അന്ന് ഞങ്ങൾ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. അതനുസരിച്ച് അവൾക്ക് ഒരിക്കലും ഇനി എൻ്റെ ഭാര്യയാവാൻ പറ്റില്ല എന്നവൻ പറയുന്നു. ഇത് കേട്ട് ഹീജു ആകെ ഷോക്കായിരിക്കുകയാണ്. ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അവൾക്കറിയില്ലല്ലോ. ഇനി എന്ത് പറയണമെന്നറിയാതെ അവൾ ആകെ കൺഫ്യൂഷനായിരിക്കുന്നു. ഇനി നിനക്ക് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരു കാരണവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരുന്ന കാരണം ഇപ്പോൾ തീർന്നല്ലോ എന്ന് സാമോൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്. പിന്നൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവൾ വേഗം കോൾ കട്ട് ചെയ്യുന്നു. അവൻ അവസാനം പറഞ്ഞതിനെക്കുറിച്ച് ഒരു പിടിയും കിട്ടാതെ ഹീജു ആകെ സംശയിച്ചിരിക്കുമ്പോഴാണ് അവൻ ഡോർ ലോക്ക് ഓപ്പൺ ചെയ്യുന്ന ശബ്ദം കേട്ടത്. അങ്ങനെ അവൾ വേഗം എഴുന്നേറ്റ് പോയി കുടിച്ചുകൊണ്ടിരുന്ന വൈനൊക്കെ സിങ്കിലേക്ക് ഒഴിച്ചു കളഞ്ഞിട്ട് ആ ഫോണും ഒളിപ്പിച്ച് വെക്കുന്നു. അകത്തേക്ക് വന്ന സാമോൻ അവൾ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് നീ എപ്പോഴേ ഉറങ്ങിക്കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും നിന്റെ ഇന്റർവ്യൂ വളരെ നന്നായിരുന്നു. ഇന്നലെ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അങ്ങനെ സംസാരിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ അവൻ പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫൈനൽ ഇന്റർവ്യൂ നീ പാസ്സായോ ഇല്ലയോ എന്നുള്ള വിവരമൊക്കെ പിന്നീട് ഒഫീഷ്യലായിട്ട് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എന്നും കൂടി അവൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം ഹീജുവിൻ്റെ ഫാമിലി നടത്തുന്ന പത്രത്തിൻ്റെ ആനിവേഴ്സറി ഇവന്റ് നടക്കുന്നുണ്ട്. അതിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടാണ് അവൻ അകത്തേക്ക് കയറിപ്പോയത്. ഇവനെന്താണ് പെട്ടെന്ന് ഇങ്ങനെ ആനിവേഴ്സറി ഈവൻ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്? ഇനി ഇന തിരിച്ചു വന്ന വിവരം ഇവൻ അറിഞ്ഞു കാണുമോ എന്നൊക്കെ ഹീജു സംശയിക്കുന്നു. ഇനി കാണിക്കുന്നത് ആനിവേഴ്സറി ഈവൻ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ പാർട്ടി നടക്കുകയാണ്. ഒരുപാട് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഹീജുവിൻ്റെ രണ്ടാം അച്ഛനും സാമോണിൻ്റെ അച്ഛനും കൂടി ചേർന്നാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന സമയത്ത് സാമോൺ അതുവരെ പാർട്ടിക്ക് എത്താത്തതിനെ പറ്റി ഹീജുവിൻ്റെ രണ്ടാം അച്ഛൻ അവൻ്റെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണല്ലോ. അവൻ ഇലക്ഷൻ ക്യാമ്പയിനിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്പോക്സ് പേഴ്സൺ എന്നുള്ള ജോലി റിസൈൻ ചെയ്യണം. പക്ഷേ അവൻ അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അവനെ ക്യാമ്പയിനിൽ സഹായിക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലേ എന്നൊക്കെ ഹീജുവിൻ്റെ അച്ഛൻ സാമോണിൻ്റെ അച്ഛനോട് ചോദിക്കുന്നു. അവൻ ഉറപ്പായും എന്നെ സഹായിക്കാനെത്തും. പക്ഷേ അവന് അവൻ്റെ കരിയർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ജോലി ഉപേക്ഷിക്കാതെ തന്നെ നിൽക്കുന്നത്. എന്നാലും അധികം വൈകാതെ അവൻ അത് ഉപേക്ഷിച്ചിട്ട് എൻ്റെ സഹായത്തിന് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ സാമോണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ഹീജു പാർട്ടിക്ക് എത്തിയ സമയത്ത് തന്നെ അവളുടെ അമ്മ അവളെ റെസ്റ്റ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് സാമോണും അവിടെ എത്തിയത്. ഹീജുവിൻ്റെ അച്ഛനെ നഴ്സിംഗ് ഹോമിൽ നിന്ന് മറ്റൊരു നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റിയിരുന്നല്ലോ. ആദ്യത്തെ നഴ്സിംഗ് ഹോമിൽ നിന്നുള്ള ഇൻഫർമേഷൻ അമ്മയ്ക്ക് കിട്ടിയിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അവർ അവളെ മാറ്റി നിർത്തിയത്. സാമോനാണ് അത് ചെയ്തത് എന്ന് ഹീജു പറഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ്റെ കാര്യം അവൻ അറിയാമോ എന്ന് അമ്മ കുറച്ച് ടെൻഷനായി ചോദിക്കുന്നുണ്ട്. അവൻ അറിഞ്ഞുവെന്ന് അവൾ സമ്മതിച്ചപ്പോൾ അവൻ അറിയാതിരിക്കാൻ നിനക്ക് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? ഇനിയിപ്പോൾ ഈ വിവരം എങ്ങാനും ചെയർമാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ അമ്മ ടെൻഷനായി ചോദിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നഴ്സിംഗ് ഹോമിൽ നിന്ന് മാറ്റിയത് എന്നല്ലേ അമ്മ ചോദിക്കേണ്ടത് എന്ന് ഹീജു തിരിച്ച് ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും കെയർ ചെയ്യുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ വേറെ നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റിയ സ്ഥിതിക്ക് ഞാൻ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ തിരികെ പോകാൻ തുടങ്ങുന്നു. പോകുന്നതിന് മുമ്പ് അവൾ ഇട്ടിരുന്ന ജാക്കറ്റ് ഊരി കളഞ്ഞിട്ട് ഇതിങ്ങനെ ഇട്ടുകൊണ്ട് പോയാൽ മതിയെന്ന് അവൾക്ക് നിർദ്ദേശം നൽകിയിട്ടാണ് അവർ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ റെസ്റ്റ് റൂമിൽ നിന്ന് തന്നെ പാർട്ടിക്കെത്തിയ 2 സ്ത്രീകൾ ഇനയെക്കുറിച്ചും ഹീജുവിനെക്കുറിച്ചും സാമോനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. സാമോന്റെ ഭാര്യയായ ശേഷം ഇന ഇങ്ങനെയുള്ള പാർട്ടിക്കൊന്നും വരാറേയില്ല. പക്ഷെ അവളുടെ അനിയത്തി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ട് മുതലേ അവൾക്ക് ഒരു നാണവുമില്ലാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റി നടക്കുന്നത് കാണാം. പണ്ടും ഇനയുടെ വാല് പോലെ അവൾ ഇങ്ങനെ പോകുന്നിടത്തെല്ലാം വരുമായിരുന്നു. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അറിയില്ലെങ്കിലും നാണമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഹീജുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ടോയ്ലറ്റിനുള്ളിലുണ്ടായിരുന്ന ഹീജു പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ സംസാരമൊക്കെ കേട്ട് അവൾ ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
പാർട്ടി നടക്കുന്നിടത്തേക്ക് ചെന്നപ്പോൾ സാമോൺ അവിടെ കുറച്ചുപേരുമായി സംസാരിച്ച് നിൽക്കുന്നത് അവൾ കാണുന്നു. അവർക്കൊപ്പം ഒന്നും നിൽക്കാനൊട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ ഒരു ഗ്ലാസ് വൈനും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. റൂഫ് ടോപ്പിലേക്കാണ് അവൾ പോയത്. അവിടെ ചെന്ന് നിന്ന് വിഷമം മാറ്റാനായി ഗ്ലാസ്സിലുണ്ടായിരുന്ന ഡ്രിങ്ക് അവൾ കുടിച്ച് തീർക്കുന്നുണ്ട്. ഈ സമയത്താണ് കിഡ്നാപ്പറുടെ ഫോണിൽ നിന്ന് സാമോണിനെ എന്നും വിളിക്കാൻ സെറ്റ് ചെയ്തിരുന്ന അലാറം അടിച്ചത്. അങ്ങനെ അവൾ ഫോൺ എടുത്ത് സാമോണിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ കുറെ സമയം ബെല്ലടിച്ചിട്ടും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഹീജുവിനെ ആണെങ്കിലും കിഡ്നാപ്പറെ ആണെങ്കിലും അവൻ അത്ര കെയർ ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ അവൾ അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നേരത്തെ വാഷ്റൂമിൽ നിന്ന് അവളെക്കുറിച്ചുള്ള ചില ഗോസിപ്പുകളൊക്കെ കേട്ടിരുന്നതിനാൽ അതിന്റെ മൂഡ് ഓഫോടെയാണ് അവൾ സംസാരിച്ചത്. നിന്റെ വിവാഹത്തിന്റെ തലേ ദിവസം നിന്റെ വധുവാകേണ്ടിയിരുന്ന ആൾ പോയിട്ട് പകരക്കാരിയായിട്ട് ഹീജു അങ്ങോട്ടേക്ക് വന്നതല്ലേ? അപ്പോൾ നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? എന്തായാലും അതത്ര നല്ല ഫീലിംഗ് ഒന്നും ആയിരിക്കില്ല എന്ന് എനിക്കറിയാമെന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. ശരിയാണ്, ഏകദേശം അതേപോലെയൊക്കെ ആയിരുന്നുവെന്ന് അവനും സമ്മതിക്കുന്നു. തന്നെ വിവാഹം കഴിച്ചതിൽ അവന് ഒട്ടും സന്തോഷമില്ല എന്നാണ് അവൾ കരുതിയത്. അതോടെ അവൾ സ്വന്തം നെഗറ്റീവ്സുകൾ പറയാൻ തുടങ്ങുന്നു. ശരിയാണ്, ഹീജുവിന് എന്ത് പ്രത്യേകതയാണുള്ളത്? പ്രത്യേകിച്ച് അവൾക്ക് ഒരു കഴിവുമില്ല. ആളുകളുമായി എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് അറിയില്ല. എപ്പോഴും വളരെ ഗ്ലൂമിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനയ്ക്കൊപ്പം വന്ന ഒരു സപ്ലിമെന്ററി പേജുകളാണ് അവളെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും രസം എന്താണെന്ന് അറിയാമോ? ഹീജുവിന് തന്നെ ഇതൊക്കെ അറിയാമെന്നുള്ളതാണ്. പലപ്പോഴും ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്ക് അതിന് സാധിച്ചിട്ടില്ല. റിച്ച് ഫാമിലികളോട് അവൾക്ക് ശരിക്കും വെറുപ്പാണ്. പക്ഷെ പണത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്കൊട്ട് കഴിഞ്ഞിട്ടുമില്ല എന്നൊക്കെ ഹീജു വളരെ വിഷമത്തോടെ പറയുന്നു. സാവോൺ ഇതിനൊന്നും മറുപടി പറയാതെ നിൽക്കുകയാണ്. കുറച്ച് സമയമായിട്ടും അവൻ തിരിച്ചൊന്നും പറയാത്തതുകൊണ്ട് അവൾ വീണ്ടും ഹലോ പറയുന്നു. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. നീ പറയുന്നത് പോലെ ഹീജു അങ്ങനെ ഗ്ലൂമിയല്ല. അവൾക്ക് ആളുകളോട് ഇടപെടാൻ അറിയാത്തത് കൊണ്ടല്ല. അവൾ ആദ്യം ചുറ്റുപാടുകളൊക്കെ നന്നായി നിരീക്ഷിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ മറ്റുള്ളവരാണ് ആദ്യം അവളോട് മോശമായി പെരുമാറുന്നത്. പിന്നെ നീ പറഞ്ഞല്ലോ അവൾക്ക് പണത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന്. അതും സത്യമല്ല. ശരിക്കും അവൾക്ക് അവളുടെ അമ്മയോട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് അവളിങ്ങനെ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ വാവുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാനോ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് എനിക്ക് ചുറ്റുമുണ്ടായിരുന്നവർ പണത്തിനോട് ആർത്തിയുള്ളവർ മാത്രമായിരുന്നു. ആ സമയത്തൊക്കെ ഹീജു മാത്രമാണ് എൻ്റെ അടുത്ത് ആകെ നിശബ്ദമായി ഉണ്ടായിരുന്നത്. പിന്നെ നീ പറഞ്ഞല്ലോ അവൾ സപ്ലിമെന്ററി പേജുകളാണെന്ന്. ഒരിക്കലുമല്ല. അവൾ ശരിക്കും ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു പുതിയ ലാംഗ്വേജ് ആണ്. അവൾ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചേരാൻ അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിനക്കറിയാമോ? എത്ര തവണ ഈ ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്ന് നിനക്കറിയാമോ? മറ്റുള്ളവർക്കാർക്കും ഇതറിയില്ലായിരിക്കും. പക്ഷെ എനിക്കിതൊക്കെ നന്നായി അറിയാം. അതുകൊണ്ട് എൻ്റെ ഭാര്യയെ പറ്റി ഇങ്ങനെ മോശമായി സംസാരിക്കരുത് എന്ന് സാവോൻ പറയുന്നു. ഹീജു ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും കരഞ്ഞു പോകുന്നുണ്ട്. ഇത്രയൊക്കെ നന്നായിട്ട് ഇവൻ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ തന്നോട് മോശമായിട്ട് പെരുമാറുന്നത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. കരഞ്ഞുകൊണ്ട് അവൾ അത് അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇത്രയൊക്കെ അവളെ പറ്റി അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ നിന്റെ അടുത്ത് ഇല്ലാത്തതുപോലെ പെരുമാറുന്നത്? ഒരു കപ്പിളായി തങ്ങളെ കാണരുതെന്ന് നീ എന്തിനാണ് അവളോട് ആവശ്യപ്പെട്ടത് എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. പക്ഷേ അതിനെന്തെങ്കിലും മറുപടി കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോർ തുറക്കുന്നതിൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. ആ സമയത്തേക്ക് തന്നെ റൂഫ് ടോപ്പിൻ്റെ ഡോർ തുറന്ന് സാമോൺ അങ്ങോട്ടേക്ക് എത്തുന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവനും അവളെ കാണുന്നു. അവൾ ഫോണും കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നത് പോലെ നിൽക്കുകയാണല്ലോ. അത് കണ്ടപ്പോൾ സാമോൺ അവൾ ഇത്രയും കാലം തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന രീതിയിൽ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ഹീജു ആണെങ്കിൽ കൈയോടെ പിടിക്കപ്പെട്ടതുപോലെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എപ്പിലോഗ് പോലെ മറ്റൊരു സംഭവം കൂടി ഇനി കാണിക്കുന്നുണ്ട്. ഹീജുവിന്റെ അച്ഛന്റെ കേസുമായി ബന്ധപ്പെട്ട് സാമോൺ സ്റ്റേഷനിലേക്ക് പോയ സമയത്ത് അന്ന് ആ ഓഫീസർക്ക് വാക്ക് കൊടുത്തതുപോലെ അദ്ദേഹത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന മറ്റുമുണ്ട്. അത് കഴിഞ്ഞ് റിപ്പോർട്ട് എഴുതാനിരുന്ന സമയത്താണ് ഹീജുവിന് എങ്ങനെയുണ്ട് എന്ന് അവർ അന്വേഷിച്ചത്. അന്ന് വണ്ടിക്കുള്ളിൽ നിന്ന് അവൾ വല്ലാതെ ശ്വാസം മുട്ടിയിരുന്നു. അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ പാനിക് അറ്റാക്ക് വരികയാണ് എന്നാണ് ഞങ്ങൾ കരുതിയത്. ഉറക്കെ കരയുന്നുമുണ്ടായിരുന്നു എന്നൊക്കെ പോലീസ് ഓഫീസർ അവനോട് പറയുന്നു. സാവോണിന് അവൾ അങ്ങനെ സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ ആദ്യം വിശ്വാസം വരുന്നില്ല. പക്ഷെ സത്യമാണ് എന്ന് കാണിക്കാനായി അവർ വണ്ടിയുടെ ഡാഷ്ബോർഡിന്റെ വീഡിയോ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് വണ്ടിക്കുള്ളിലിരുന്ന് വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടപ്പോൾ തന്നെ തുറന്നു വിടാൻ പറഞ്ഞ് അവൾ ബഹളം വെച്ചിരുന്നു. അതിന്റെ വീഡിയോ സാമോൺ കാണുന്നു. അവന് അത് എത്രത്തോളം ഷോക്കിംഗ് ആയിരിക്കുമെന്ന് പറയണ്ടല്ലോ. ഹീജു ഇത്രയും നാൾ സംസാരിക്കാതിരുന്നതാണ്. അല്ലാതെ അവൾക്ക് സംസാരശേഷി ഇല്ലാഞ്ഞിട്ടല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതുപോലെ അവൻ ഒരു വല്ലാത്ത ചിരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.